ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് പറ്റിയും ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ പറ്റിയും പറയുകയാണെങ്കിൽ ഞാനൊരു ബിസിനസ് റൺ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറേ കോസ്റ്റുകൾ ഉണ്ടാവും. അതിൽ പലതരത്തിലുള്ള കോസ്റ്റുകൾ ഉണ്ടാവും. അതിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ക്ലാസിഫിക്കേഷൻ വരിക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. എന്തിൻ്റെ ബേസിലായിരിക്കും നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? എല്ലാ കോസ്റ്റിനെയും എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ മാത്രം ഇട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതിന് നമുക്ക് രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത് മെയിനായിട്ട്. ഒന്ന് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ് എന്ന് നോക്കാം. ഡയറക്റ്റ് എക്സ്പെൻസ് അത് എന്തിനെയോ ഡയറക്റ്റായിട്ട് വരുന്ന എക്സ്പെൻസുകളാണ്, എന്തിനോ ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നതുകൊണ്ട് പറയുന്നത്. അതിൽ എന്തിനെയായിരിക്കും അത് ഡയറക്റ്റായിട്ട് വരുന്നത്? ഒപ്പം ഒരു റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ബിസിനസ്സിലെ, അതായത് ഇപ്പം ഞാനൊരു ബിസിനസ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം റോ മെറ്റീരിയലാണ്. റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ റോ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളെയും, അല്ലെങ്കിൽ ഒരു പർച്ചേസ് നടക്കുന്ന സമയത്ത് വരുന്ന എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് എക്സ്പെൻസുകൾ വരാൻ പാടുള്ളൂ. അല്ല, പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തും നമുക്ക് നേരിട്ട് കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ടാവും. അതായത് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ടാവും. ആ എക്സ്പെൻസുകളെയും നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസിനെ പറ്റി പറഞ്ഞു, നമ്മൾ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളാണ് എന്ന് നമ്മളൊന്ന് പറഞ്ഞു. അപ്പം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരിക? നേരിട്ട് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല, അപ്പം മറ്റെന്തിനെയോ അത് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തിനെയായിരിക്കാം? അതിനെയാണ് നമ്മൾ സെയിൽസിനെ റിലേറ്റ് ചെയ്യുന്നത്. സെയിൽസിനെ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് സെയിൽസിനെ മാത്രമാണോ റിലേറ്റ് ചെയ്യുന്നത്? സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് റിലേഷൻ വരുന്നുണ്ട്. ആ റിലേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മാർക്കറ്റിംഗ് വരുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിലേഷൻ വരുന്നത് കൊണ്ടാണ് അവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പം പ്രൊഡക്ഷനെ നേരിട്ട് ഡയറക്റ്റ് ചെയ്യുന്നില്ല, എന്നാൽ അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സെയിൽസ് നടക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ചധികം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എക്സ്പെൻസുകളാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ എക്സ്പെൻസുകളുടെ എക്സാമ്പിൾസ് എന്താണ് എന്ന് നോക്കാം. ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ എക്സാമ്പിൾ എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂവൽ ചാർജസ്, വേജസ്, ക്യാരേജ് ഇൻവാർഡ് തുടങ്ങിയ കുറേ കാര്യങ്ങളായിരിക്കും നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാനുണ്ടാവുക. അതേപോലെ തന്നെ ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ എക്സാമ്പിൾസ് എന്താണ് എന്ന് നോക്കാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ എക്സാമ്പിൾസ് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായും വരുന്നത് സാലറി ആയിരിക്കാം, ഓഫീസ് എക്സ്പെൻസ്, അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളും നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ എക്സാമ്പിളായിട്ട് കണക്കാക്കാം. ഇത്രയും നേരം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.